നമസ്കാരം. ഈ ചെടി കണ്ടുവല്ലോ, വെള്ള പൂക്കൾ നിരന്ന് നിൽക്കുന്ന ഈ ചെടി, ഇതിന് പറയുന്ന പേരാണ് വൈറ്റിയ ഡിസെൻട്രിക്ക എന്നാണ് ശാസ്ത്രീയ നാമം. നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ അറിയപ്പെടുന്നത് ശ്രീലങ്കൻ ജാസ്മിൻ അല്ലെങ്കിൽ ശ്രീലങ്കൻ മുല്ലപ്പൂ എന്നറിയപ്പെടും. ഇതിന് മണമൊക്കെ കുറവാണ്. ഈ ചെടി വീടിൻ്റെ വടക്ക് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്തോ വെച്ച് പിടിപ്പിക്കണം. വീടിൻ്റെ മുൻഭാഗത്ത് വെച്ചാലും കുഴപ്പമില്ല. വളരെ ഐശ്വര്യപ്രദമായ ഒരു ചെടിയാണ് ഈ ശ്രീലങ്കൻ ജാസ്മിൻ. നമ്മളുടെ നേഴ്സറികളിലൊക്കെ ഇതിൻ്റെ തൈ വിൽക്കാൻ കിട്ടും. നമ്മുടെ സാധാരണ മുല്ലപ്പൂ പോലെയൊക്കെ ഇരിക്കും കേട്ടോ, നടുക്കൊരു വ്യത്യാസമുണ്ട് കണ്ട. പിന്നെ ഇതളുകൾ കുറവായിരിക്കും. ഇതിന് ദിവസേന നനയ്ക്കണമെന്ന് ആവശ്യമില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ജൈവവളത്തിലൊക്കെ ആശാൻ നന്നായിട്ട് പൂവിട്ടോളും. വീടിൻ്റെ വടക്ക് വശത്തോ തെക്ക് വശത്തോ മുൻഭാഗത്തോ വയ്ക്കാൻ പറ്റുന്ന വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണിത്. ഈ ചെടി വടക്ക് വശത്തോ തെക്ക് വശത്തോ വെച്ചതുകൊണ്ട് എന്താ ഗുണം എന്നും കൂടെ പറയാം. നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ ഈ ചെടികൾക്ക് കഴിയുമെന്നാണ് വിശ്വാസം. രണ്ടാമത്, ഈ ചെടിയിൽ നിന്നുള്ള കാറ്റേറ്റാൽ അല്ലെങ്കിൽ ഈ ചെടിയിൽ നിന്നുള്ള ഇതിൽ തട്ടിയുള്ള കാറ്റ് ഏശിയാൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തടയും എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. എന്തായാലും ഒന്ന് വെച്ച് നോക്കിയോളൂ. ഇത് വലിയ ചിലവൊന്നുള്ള കാര്യമൊന്നുമല്ലോ. ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കണ്ടില്ലേ, നമ്മുടെ ലൈക്കും അതുപോലെ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും തുടർച്ചയായിട്ട് ഇടുന്നതായിരിക്കും. താങ്ക് യു.